ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് ഈ ചെറിയ നാടൻ കോമ്പോസ് ഉണ്ടോ എന്ന് ചോദിച്ച് നിരവധി പേർ എനിക്ക് മെസ്സേജുകൾ ഇടാറുണ്ട്. അവർക്ക് ചെറിയ വിലയ്ക്ക് ഒരു 4, 5, 6 ചെടികൾ കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിന്ന് ഈ ഒരു കോംബോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ നാടൻ ബട്ടൺ റോസുകളും സ്നോ വൈറ്റും കാശ്മീരിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കോംബോയാണ്. ഗാർഡനിങ് തുടങ്ങുന്നവർക്കും അതുപോലെ ബോർഡർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് നോക്കി റോസിൻ്റെ ബോർഡർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു 6 ടൈപ്പ് റോസുമായിട്ടാണ് ഞാനിന്ന് കോംബോ ആയിട്ട് വന്നിരിക്കുന്നത്. അതിലൊന്നാമത്തേത് നമ്മുടെ റെഡ് ബട്ടൺ റോസാണ്. നിറയെ പൂക്കളുണ്ടാകുന്ന, വെച്ചാൽ നമുക്ക് ഒരു കെയറിങ്ങും വേണ്ടാതെ തന്നെ പൂക്കളിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ബട്ടൺ റോസാണ് നമ്മുടെ റെഡ് ബട്ടൺ റോസ്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു താമര റോസ് എന്നൊക്കെ പറയാറുണ്ട്. അത് ഈ ഒരു ചെടി നമുക്ക് ഒരിക്കലും ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു റോസേ അല്ല. അത്യാവശ്യം നീണ്ടു വളർന്നിട്ടുള്ള ചെടികൾ തന്നെയാണ്. ചെറിയ കവർ ചെടികളാണ്, എന്നിരുന്നാലും ചെടികൾക്ക് നല്ല ഗ്രോത്തൊക്കെ വന്നിട്ടുണ്ട്. റീപോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കവറിനടിയിലൂടെ വേരൊക്കെ വന്നു തുടങ്ങിയ ചെടികളാണ്. അപ്പോൾ ഇത് അടുത്ത ബട്ടൺ റോസാണ്. പിങ്ക് ബട്ടൺ അറിയാമല്ലോ, പറയാതെ തന്നെ അറിയാം. ഒരു കുലയിലൊരു 10 പൂവെങ്കിലും മിനിമം ആയിട്ട് വരുന്ന നല്ല നിറച്ച് പൂക്കൾ തരുന്ന ഒരു ബട്ടൺ റോസാണ് നമ്മുടെ പിങ്ക് ബട്ടൺ റോസ്. അതും നല്ല നീളത്തിലൊക്കെ വളർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്നോ വൈറ്റ്, ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരാത്ത ഒരു റോസ്, അടുത്ത ഒരു റോസാണ് നമ്മുടെ നാടൻ സ്നോ വൈറ്റ്, അല്ലെങ്കിൽ സമ്മർ സ്നോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നിത്യ കല്യാണി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ റോസിനെ വിളിക്കാം. അതുപോലെ ഒരു കെയറിങ്ങും കൂടാതെ തന്നെ നമുക്ക് നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്, ഒരു റോസ് പ്ലാന്റാണ് നമ്മുടെ ഈ സമ്മർ സ്നോ റോസ്. നല്ല 4-5 ബ്രാഞ്ചൊക്കെ ആയിട്ട് അത്യാവശ്യം ബുഷിയായിട്ടുള്ള ചെടികളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നമ്മുടെ യെല്ലോ ക്രിക്രി, അല്ലെങ്കിൽ യെല്ലോ ബട്ടൺ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു യെല്ലോ റോസാണ്. ഈ റോസിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ മഞ്ഞയായിട്ട് വന്നിട്ട് വൈറ്റ് കളറിലാണ് അത് ഫെയ്ഡായിട്ട് കൊഴിഞ്ഞു പോകാറുള്ളത്. അതുകൊണ്ട് ചെടിയിൽ 2 കളർ, നമ്മുടെ ക്രീപ്പർ ജാക്കി പോലെ 2 കളറിൽ പൂക്കളുണ്ടാകുന്ന ഒരു പ്രത്യേകത കൂടി ഈ യെല്ലോ ബട്ടൺ റോസിനുണ്ട്. അതിലും ഏകദേശം നല്ല ബ്രാഞ്ചസ് ഒക്കെയുള്ള ചെടികളാണ്. പിന്നെയുള്ളത് നമുക്ക് ഒരിക്കലും നാടനിൽ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ കാശ്മീരി റോസാണ്. കാശ്മീരി റോസിൻ്റെ പിന്നെ നല്ല ഗ്രോത്തുള്ള ചെടികൾ തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാശ്മീരി റോസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ തരുന്ന ഒരു റോസ് തന്നെയാണ്. ഈ കോംബോയിലെ അടുത്ത പ്ലാന്റും നല്ല ചെടികൾ തന്നെയാണ്. നല്ല ഒരുവിധം ഗ്രോത്ത് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ടുള്ള ചെടികളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് കോംബോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഉള്ളത്. പിന്നെയുള്ളത് നമ്മുടെ തഞ്ചാവൂർ റോസാണ്. തഞ്ചാവൂർ റോസ് നമ്മൾ ഇതിന് മുന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡബിൾ ഷെയ്ഡിൽ വിരിയുന്ന ഒരു റോസാണ്. പക്ഷേ അവിടെ ഒറ്റ കളറിൽ മാത്രമാണ് കാണപ്പെടുന്നത് നമ്മൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നിടത്ത്. എന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന് വിരിയുമ്പോൾ വൈറ്റും പിങ്കും മിക്സായിട്ട് ഡബിൾ ഷെയ്ഡിൽ ചേർന്ന് വരുന്ന ഒരു റോസായിട്ട്, നല്ല നാടനിൽ ഡബിൾ ഷെയ്ഡിൽ വരുന്നൊരു റോസാണ്. അടിപൊളി റോസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 6ാമത്തെ റോസ്. അപ്പോൾ ഈ കോംബോ നിങ്ങൾക്ക് എല്ലാ പേർക്കും വളരെ വർത്തായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് നന്നായിട്ട് റോസ് കെയർ ചെയ്ത് വളർത്തിയെടുക്കാൻ അറിവുള്ളവരുണ്ട്. പക്ഷേ വാങ്ങാനായിട്ട് കുറച്ച് ബഡ്ജറ്റിൻ്റെ പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോംബോ ഇട്ടത്. ചെറിയ കവർ ചെടികളാണെങ്കിൽ അത്യാവശ്യം ഗ്രോത്തൊക്കെ വന്നിട്ടുള്ള ചെടികൾ തന്നെയാണ്. നമ്മുടെ ഈ കോംബോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നാടൻ ഓൺ റൂട്ട് ചെടികൾ എന്നുള്ളത് മാത്രമല്ല, ഇതെല്ലാം ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികളാണ്. പിന്നെയുള്ളത് ഇതെല്ലാം നിത്യവസന്തം നൽകുന്ന ചെടികൾ തന്നെയാണ്. ഇതാണ് ഈ ഒരു ബട്ടൺ റോസ് കോംബോയുടെ പ്രത്യേകത. ഒരു റോസ് ഗാർഡൻ തുടങ്ങാൻ പോകുന്നവർക്കൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഈ കോംബോ. നിരവധി പേർ എന്നോട് ചെറിയ വില കോംബോ ഇനി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെടികൾ വളർത്തിയെടുക്കുന്നതിന് മിനിമം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സാഫാണ്. സാഫ് എല്ലാ വളക്കടകളിലും കിട്ടും. അത് നമ്മുടെ റോസ് കെയറിങ് വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ചെടികളെ കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര രീതിയിൽ പൂക്കൾ തരുന്ന ചെടികളാണ് നമ്മുടെ ഈ ബെഞ്ച് റോസുകൾ. ഈ ബെഞ്ച് റോസ്, ഇതെല്ലാം ബെഞ്ച് റോസുകളാണ്. നാടൻ ഓൺ റൂട്ടാണ്. നമുക്ക് കെയറിങ് വളരെ കുറച്ച് മതി. അതേപോലെ നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഈ സാഫ്, എക്സോഡസ് എന്നിവയൊക്കെ ഇതിനും കൂടി ഒന്ന് ബ്യുവേറിയ ഇതൊക്കെ ഇതിനും കൂടി ഒന്ന് ആഴ്ചയ്ക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഒരു പൂക്കാലം തന്നെ ഈ ചെടികൾക്ക് നൽകാൻ കഴിയും. അതുപോലെ കളർ വൈവിധ്യവും നമ്മുടെ ഈ കോംബോയിലുണ്ട്. മഞ്ഞ, വെള്ള, പിങ്ക്, റോസ് അങ്ങനെ കുറച്ചധികം കളർ വെറൈറ്റികളും കൂടി ചേർന്നുള്ള ഒരു കോംബോയാണിത്. അപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി റോസ വാങ്ങാൻ ഇല്ലാത്തവർക്ക് ഒരു നല്ല ഗാർഡൻ തുടങ്ങുന്നതിന് വേണ്ടുന്ന ഒരു 6 പ്ലാന്റാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കവർ 1 ലിറ്റർ കവർ സൈസാണെങ്കിലും ചെടികളൊക്കെ അത്യാവശ്യം ഗ്രോത്ത് വന്നിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒരുവിധം റോസ് വളർത്തിയെടുത്ത് എടുക്കാമെന്ന് കോൺഫിഡൻസ് ഉള്ള എല്ലാവർക്കും തന്നെ ഇത് വാങ്ങാവുന്നതാണ്. അതല്ല, ഇനിയിപ്പം റോസ് വളർത്താത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാനും കൂടി നമ്മൾ ഈ ഒരു ചെറിയ കോംബോ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ 5 റോസിനും കൂടി CC ഉൾപ്പെടെ 389 രൂപയാണ് നമ്മൾ ചാർജ് ഇട്ടിരിക്കുന്നത്. CC ഉൾപ്പെടെയാണ്. നാടൻ ചെടികൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ കൂടെ നിന്ന് വളർന്നു പോകുന്ന തരം ചെടികളാണ്. അപ്പോൾ ഈ നാടൻ ചെടികൾക്ക് വേണ്ടുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഏതൊരു വെറൈറ്റി നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടാൽ ഉടൻ തന്നെ നാടൻ റോസാണോ എന്ന് ചോദിക്കാറുണ്ട്. നാടൻ റോസുകളിൽ സുലഭമായി കിട്ടുന്ന ഈ തരം വെറൈറ്റികൾ നിങ്ങൾക്ക് വാങ്ങിയാൽ ഇതൊരു ബോർഡർ പ്ലാന്റായിട്ടുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സാണിത്. കാശ്മീരി റോസൊക്കെ നല്ല വലിയ പൂക്കൾ തരുന്ന റോസായത് കാരണം കൊണ്ട് നമുക്ക് ഇതൊരു 4 ചട്ടി പോട്ട് ചെയ്ത് നിരത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതിൽ പൂക്കളുണ്ടാകും. അതുപോലെ പൂക്കൾ തരുന്ന ചെടികളാണ് ഇതിലെ കോംബോയിലെ ബാക്കി 5 പ്ലാന്റ്സും. അപ്പോൾ 6 പ്ലാന്റ്സിനും കൂടി 389 രൂപയാണ്. 389 ആണ്. കോംബോ 389 വേണം എന്നെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഏകദേശം കുറച്ച് അധികം പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഓർഡർ തരിക. കാരണം നാടൻ കോംബോ നമുക്ക് ഒരുപാട് നാളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കൊടുക്കാനുണ്ടാകില്ല. അതാണ് നാടൻ്റെ അവസ്ഥ. നമ്മുടെ 349 കിട്ടാത്തവരൊക്കെ 349 കോംബോ ഒക്കെ കിട്ടാത്തവർ കുറച്ച് പേര് വെയിറ്റിങ്ങിലുണ്ട്. അവർക്കും ഈ ഒരു കോംബോ വാങ്ങാവുന്നതാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ എല്ലാ നാടൻ ചെടികളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്പർ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. ഈ കോംബോ വേണമെന്നുള്ളവരും അതുപോലെ നമ്മുടെ കാർട്ട് കാണണമെന്നുള്ളവരുമൊക്കെ ഈ നമ്പർ സേവ് ചെയ്ത് ഇതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചെറിയ വില കോംബോ റോസുകൾ കാത്തിരുന്നവർക്ക് ഒരാശ്വാസമായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.